വൺ നേഷൻ വൺ ഇലക്ഷനിൽ മുസ്ലിം ലീഗ് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചാരണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ വിടുതൽ ഹർജി തള്ളിയത് CPM-ന് തിരിച്ചടിയാണെന്നും സൗദിയിൽ മീഡിയ വണ്ണിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. CPM നേതാക്കളുടെ മുസ്ലിം വിരുദ്ധതയുടെ മറ്റൊരു പതിപ്പാണ് ജയരാജന്റെ IS പ്രസ്താവനയിലൂടെ പുറത്തുവന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ജനാധിപത്യത്തിനും ഇന്ത്യയുടെ ഫെഡറൽ വ്യവസ്ഥക്കും ആഘാതമുണ്ടാക്കുന്നതാണ് ഒറ്റത്തെരഞ്ഞെടുപ്പ് നീക്കം. ഇതിൽ ഇലക്ഷൻ കമ്മീഷനിലും ലോ കമ്മീഷനിലും മുസ്ലിം ലീഗ് അഭിപ്രായം രേഖാമൂലം നൽകിയിട്ടുണ്ടെന്ന് PMA സലാം വ്യക്തമാക്കി. മുസ്ലിം ലീഗ് അഭിപ്രായം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ യോഗങ്ങളിലൊക്കെ അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുകയും തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനും ലോ കമ്മീഷനും ഇത് സംബന്ധിച്ച് മുസ്ലിം ലീഗ് അതിൻ്റെ അഭിപ്രായം രേഖാമൂലം തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPM നേതാക്കളുടെ വിടുതൽ ഹർജി തള്ളിയത് അവരുടെ ഗൂഢാലോചനയ്ക്ക് തെളിവാണെന്നും സലാം പറഞ്ഞു. ഈ ശ്രീ ജയരാജനും രാജേഷും ആ റൂമിൽ വെച്ച് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുകയും അരിയിൽ ഷുക്കൂറിൻ്റെ ഫോട്ടോ വരെ സംഭവ സ്ഥലത്ത് നിന്ന് അയച്ചു കൊടുത്ത് കൊല്ലാനുള്ള കൺഫർമേഷൻ വരെ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് എന്ന് പോലും സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് കോടതി ഈ ഹർജി തള്ളിയത്. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് ഉണ്ടെങ്കിൽ 9 കൊല്ലമായി ആഭ്യന്തരം ഭരിക്കുന്ന ജയരാജന്റെ സർക്കാരിന് എന്തായിരുന്നു പണിയെന്നും അദ്ദേഹം ചോദിച്ചു. ഇപ്പോൾ ഒരു കാര്യമില്ലാതെ അങ്ങനെ IS-ന് റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ 9 കൊല്ലമായല്ലോ കേരളം ഭരിക്കുന്ന ജയരാജന്റെ പാർട്ടി ആഭ്യന്തര വകുപ്പുകാരുടെ കയ്യിലാണ്. ഈ 9 കൊല്ലത്തിനിടയ്ക്ക് എത്ര പേരെ അതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്? എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്? എന്താ ചെയ്യാത്തത്? ADGP-ക്കെതിരെ പെട്ടെന്ന് നടപടി ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ADGP-യെ RSS നേതാക്കളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് മുഖ്യമന്ത്രിയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പാതിവഴിയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചാൽ ഇതിലെല്ലാം ഉത്തരമുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ബന്ധുവിനെയും കൊണ്ട് ADGP കാണാൻ പോയി എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു അത് എന്നെങ്കിലും ഒന്ന് പറയണ്ടേ? എന്തിനാണ് ADGP 2 തവണ RSS നേതാക്കന്മാരെ കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് കാണാൻ പോയി? സൗദിയിലെ ജിദ്ദയിൽ മീഡിയ വണ്ണിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാബിത് സലീം, മീഡിയ വൺ, ജിദ്ദ.